റോഡിന് വേണ്ടി വീട് പൊളിച്ചു മാറ്റുന്നത് അത്ര വലിയ കാര്യമാണോ? ഒരു ബൈപ്പാസ് റോഡിന് വേണ്ടി അത്തിമൂട്ടിൽ വീട് പൊളിച്ചു മാറ്റുകയാണ്. ആ വീടിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. റോഷൻ മാത്യുവിന്റെ ബൈ ബൈ ബൈപ്പാസ് എന്ന നാടകത്തിലൂടെ ഈ വീടിന്റെ കഥയാണ് അരങ്ങിലേക്ക് എത്തുന്നത്. പറയാത്ത ചരിത്രവും അറിയാത്ത കഥകളും 4 കുട്ടികളിലൂടെ ഓർത്തെടുക്കുകയാണ്. ബൈ ബൈ ബൈപ്പാസ് എന്ന് പറയുന്ന നാടകം ബേസിക്കലി ഒരു 3 തലമുറയോളം താമസിച്ചു വന്ന ഒരു പഴയ വീട് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന 4 കുട്ടികൾ ഈ വീടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കഥയാണ്. അപ്പോൾ അത്തിമുട്ടിലെ വീട്ടിലെ 4 കുട്ടികളാണുള്ളത്. അതിൽ ഏറ്റവും മൂത്ത കുട്ടി ഞങ്ങൾ ഇന്നാച്ചി എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇന്നാച്ചിയുടെ കഥാപാത്രം ചെയ്യുന്നത് അശ്വതി മനോഹരനാണ്. ഇന്നാച്ചി ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് ആസ് എൻ ആക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അത് ചെയ്യാൻ. കാരണം ഇനി എന്തായാലും ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് എന്നെ ആരും കാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ നാടകത്തിലൂടെ അങ്ങനെ ഒരു ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കാൻ പറ്റി. പിന്നെ കൂടെ അലമ്പ് കളിക്കാൻ വേറെ 2-3 കുട്ടികളും കൂടെ ഉണ്ട്. അതാണ് അടുത്ത കുട്ടി. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് തുമ്പിയാണ്. എന്താ അമ്മച്ചിയുടെ പെറ്റാണ്. അപ്പോൾ ഈ വീടിൻ്റെയും എല്ലാം അവകാശി തുമ്പിയാണ്. തമ്പുരാട്ടിയാണ് ബേസിക്കലി. അപ്പോൾ പിന്നെ ഇന്നാച്ചിയുടെ ഒരു എല്ലാ എക്സിക്യൂഷന് ഇന്നാച്ചിയാണ് ലീഡ്. അപ്പോൾ ഇന്നാച്ചി പറയുന്ന എല്ലാ പരിപാടികൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു ബ്രാറ്റ്. ഇത് കുട്ടികളുടെ പെർസ്പെക്റ്റീവിലൂടെ പറയേണ്ട ഒരു കഥയാണെന്ന് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു ആദ്യം മുതലേ. എന്നാൽ ആക്ച്വലി കുട്ടികളെ കാസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് നാടകം ചെയ്യുന്നതിലൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്നർ കുട്ടിയുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ആലോചിച്ച് തുടങ്ങി. കുറച്ചുകൂടെ കുട്ടിത്തം ആക്സസിബിൾ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ ബോഡിയും മൈൻഡും ഒരു കുട്ടീനെ പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് ആരൊക്കെയാണ് എൻ്റെ പരിചയത്തിൽ എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു 10-16 പേരിലേക്ക് എത്തി. അതിൽ നിന്നാണ് ഈ 10 പേരിലേക്ക് എത്തിയത്. എൻ്റെ പേര് സഞ്ജയ്. ഞാനിതിൽ ഏറ്റവും യങ്ങസ്റ്റ് ഓഫ് ദ കസിൻസ് കുഞ്ഞലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ 2 ചേച്ചിമാരുടെയും ഇന്നാച്ചിയുടെയും തുമ്പിയുടെയും വാലായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഭയങ്കര കുട്ടിത്വവും ഒരു ചൈൽഡ് എനർജിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പൊതുവെ കുറച്ച് സീരിയസും കുറച്ച് സോഷ്യൽ ആൻസൈറ്റിയൊക്കെ ഉള്ള ക്യാരക്ടറാണ്. പക്ഷേ ദിസ് പ്ലേ ഓഫേഴ്സ് മീ ടു എക്സ്പ്ലോർ ദാറ്റ് ഫൺ സൈഡ് ഓഫ് മീ. എല്ലാ ക്യാരക്ടറും നമ്മൾ ആക്ച്വലി നാടകം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ ആക്ടേഴ്സും കൂടെ ഒരുമിച്ചാണ് ക്യാരക്ടേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തത്. എല്ലാ ആക്ടേഴ്സും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ നന്ദു എന്ന് പറയുന്ന കഥാപാത്രം ആയിട്ട് ഒരുപാട് ദൂരം ആക്ച്വലി ശ്യാമും അനൂപും 2 പേരും സഞ്ചരിച്ചു. അതുകൊണ്ട് ഇനി ഷോ ചെയ്യുമ്പോഴും 2 പേരും മാറി മാറി നന്ദു കളിക്കട്ടെ എന്ന് ഞങ്ങൾ ആസ് എ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാനാണ് നന്ദു ഒന്നാമൻ. എൻ്റെ പേര് അനു. അപ്പോൾ ഈ ക്യാരക്ടർ അത്തിമുട്ടിലെ വീട്ടിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ്. അവർ പ്ലേ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ബിക്കോസ് ഞാൻ ഭയങ്കര പക്വതയുള്ള ഒരാളാണ്. ഞാൻ നന്ദു രണ്ടാമൻ. എൻ്റെ പേര് ശ്യാം. അപ്പോൾ നന്ദുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞലി ചേച്ചിമാരുടെ വാലാണെങ്കിൽ നന്ദു ഇവരുടെ 3 വാലാണ്. അങ്ങനത്തെ ഒരു പാവം പിടിച്ചൊരു പയ്യൻ. ഈ 4 കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ നാടകത്തിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. അതെല്ലാം പ്ലേ ചെയ്യുന്നത് ബാക്കിയുള്ള 5 ആക്ടേഴ്സാണ്. ഇതിനകത്ത് ഒറോത്ത എന്ന് പറയുന്നുള്ള അമ്മച്ചിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. ഈ 4 പിള്ളേരും അല്ലെങ്കിൽ മറ്റവൻ പിന്നെ പാവാന്നെങ്കിലും വിചാരിക്കാം. ആരാ നന്ദുമാർ. ഈ 3 പിള്ളേരും അമ്മച്ചിയുടെ അടപ്പൂരാൻ വേണ്ടിയിട്ടാണ് വെക്കേഷന് വരുന്നത്. അതാണ് അവസ്ഥ. ആൻഡ് അതുകൂടാണ്ട് ഇവർ ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു സ്ത്രീയാണ്. ആൻഡ് ഇവർ കടന്നു വന്ന ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലൂടെയൊക്കെ ഈ നാടകത്തിൽ പ്രത്യേകിച്ച് ഈ വീടിനോടുള്ള ഒരു ബന്ധം, ആ വീട് വന്ന കഥ, അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ അവരനുഭവിച്ച കുറേ യാത്രകൾ, അതൊക്കെയുണ്ട്. കുറച്ച് കനമുള്ള ക്യാരക്ടറാണ്. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് നാടകമായതുകൊണ്ട് ഈ 4 കുട്ടികളുടെയും ഈ അമ്മച്ചിയുടെയും കഥ പറയാൻ ആവശ്യമായിട്ടുള്ള മറ്റെല്ലാ സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും മറ്റ് എല്ലാ ഉപകരണങ്ങളും വരെ ഈ കൂടെയുള്ള ആക്ടേഴ്സാണ്. ഇവരുടെ ആദ്യത്തെ നാടകവും കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നാടകത്തിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു വലിയ നാടകം കാണുന്നത് തന്നെ. എൻ്റെ ക്യാരക്ടർ ഒരു കൈനോട്ടക്കാരിയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരീക്ഷിച്ച് കണ്ടുപിടിച്ച് എത്രത്തോളം ഭംഗിയാവാമോ അല്ലെങ്കിൽ എത്രത്തോളം രസകരമാവാമോ എന്ന് നോക്കി അങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഹായ്, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. റോഷൻ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ കുട്ടികളുടെ ഒരു നാടകമാണെന്ന്.
ഇതിലെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കാനാണ് എന്നെ ആക്ച്വലി വിളിച്ചത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് വെരി നോർമൽ ഫാമിലി ചെയ്തപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓഫ് കോഴ്സ് പുതിയ ആൾക്കാരും ജോയിൻ ആയി. പക്ഷേ ആ പ്രോസസ്സ് ഭയങ്കര റിവാർഡിങ് ആയിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്തൊരു പ്ലേ ആയിരുന്നു വെരി നോർമൽ ഫാമിലി. അപ്പോൾ ഇങ്ങനെ രണ്ടാമതും ഒരു പ്ലേയുടെ ഐഡിയ വന്നപ്പോൾ തന്നെ ഐ വാസ് ജസ്റ്റ് ലൈക്ക് പ്രോപ്സ് മൂവ് ചെയ്യാനാണെങ്കിൽ പോലും എന്നെ വിളിക്കണം, ഐ വിൽ കം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സൽമാൻ എന്നാണ് പേര്. ഇതിൽ പറഞ്ഞ പോലെ കുറച്ച് അധികം ക്യാരക്ടേഴ്സ് ചെയ്തു. കുറച്ചധികം. അതുകൊണ്ട് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം അറിയില്ല. വർക്ക് ചെയ്യണ നാടകത്തിൻ്റെ മ്യൂസിക് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് വർക്ക് അനൂപും കൂടെ ഒരുമിച്ച്. ഇപ്പം അനൂപ് റിഹേഴ്സലുകൾ തന്നെ ഉള്ളത് കൊണ്ട് മ്യൂസിക്കിൻ്റെ ക്രിയേഷൻ അനൂപിൻ്റെ ശ്യാമിൻ്റെ ഒക്കെ മേൽനോട്ടത്തിൽ അവിടെ തന്നെ നടക്കും. അതിനെ എല്ലാത്തിനെയും പിടിച്ച് കറക്റ്റായിട്ടൊരു പരിപാടിയിലേക്ക് ഇടുന്നതും പിന്നെ ആവശ്യമുള്ള കോമ്പോസിഷനൊക്കെ ചെയ്യുന്നത് വർക്കിയാണ്. ബൈ ബൈ ബൈപ്പാസ് ടീം തന്നെ എല്ലാ പാട്ടുമൊക്കെ അവർ തന്നെ അവിടെ പാടി അവർ തന്നെ അതിന് മെലഡിയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മ്യൂസിക്കൽ തിയേറ്ററിൻ്റെ ഒരു ഭയങ്കര ആസ്പെക്റ്റ് ഈ നാടകത്തിലുണ്ട്. പിന്നെ നമ്മുടെ നാടകത്തിൻ്റെ കോ റൈറ്റേഴ്സാണ് ഫ്രാൻസിസും ശ്രുതിയും. If you look at the cast and the director, you can only write a comedy, to be honest. You don't have to show sadness for people to feel sad. You can always make people laugh and then they can think about how they felt later. പിന്നെ നമ്മുടെ ഈ പ്രൊട്ടാഗനിസ്റ്റ് കുട്ടികളാണല്ലോ, അപ്പോൾ അവരുടെ ഒരു വീട് നഷ്ടപ്പെടുമ്പോൾ അവരെങ്ങനെയാണ് ഈ വീട് രക്ഷിക്കാൻ പോണേ എന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ എന്താ ഇമാജിനേഷനിൽ തോന്നുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കോമഡി രൂപേണ പ്രസൻറ്റ് ചെയ്യുമ്പോഴായിരുന്നു കുറച്ചുകൂടെ ഒരു ഈ റൈറ്റിംഗ് പ്രോസസ്സ് വെൻ കമ്പയർ ടു സിനിമ, നാടകത്തിലെ റൈറ്റിംഗ് പ്രോസസ്സ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ നമ്മൾ 4 പേരും ഇരുന്നിട്ട് ചിലപ്പോൾ ഒരു സീനിൻ്റെ ഒരു ഐഡിയ ആയിരിക്കും പറയുന്നത്, എന്നിട്ട് റോഷൻ ഇത് ആക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രീതിയിലും ഭയങ്കര ഫണ്ണായിട്ടായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് അത് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുക. സോ ഭയങ്കര കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു ഈ നാടകത്തിൻ്റെ എഴുത്ത്. ബൈ ബൈ ബൈപ്പാസ് എന്ന് പറയുന്ന നാടകം ബേസിക്കലി ഒരു 3 തലമുറയോളം താമസിച്ചു വന്ന ഒരു പഴയ വീട് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന 4 കുട്ടികൾ ഈ വീടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കഥയാണ്. ഒരു 10 മുതൽ 13 വയസ്സ് വരെ പ്രായം വരുന്ന ഒരു 4 പിള്ളേർ ഈ അവരുടെ ലൈഫിൽ അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്ന ഈ വലിയ ഡിസാസ്റ്ററിനെ അതിൽ നിന്ന് ആ വീടിനെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ഇതിലൊരു സോഷ്യൽ ആംഗിളുണ്ടോ ഒരു പൊളിറ്റിക്കൽ ആംഗിളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ കഥയിലും ഉണ്ട്. അതിൽ നിന്നൊക്കെയാണല്ലോ കഥകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ അതിലുണ്ട്. ഇപ്പോൾ ഒരു റോഡ് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ആംഗിൾ അല്ലാതെയും ഇഷ്ടംപോലെ വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ എന്തോ ഒരു വാല്യൂ ഉണ്ട്, അതിനിപ്പോൾ ഒരു റെലവൻസ് ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളത് ചേസ് ചെയ്ത് പോയി. മഹാരാജാസിലെ പിള്ളേർ ചെയ്ത നാടകത്തിൻ്റെ ഒരു 3-4 വിഷ്വൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും കണ്ണ് തള്ളിപ്പോകുന്നതും ഇവരിത് എങ്ങനെ ചെയ്തെടുത്തു എന്ന് ഞങ്ങളെല്ലാവരും തമ്മിൽ ഏകദേശം എല്ലാവരും ഒരുമിച്ചുള്ളപ്പോഴാണ് കാണുന്നത്. നാടകത്തിൻ്റെ വിഷ്വൽസ് അല്ലാതെ ഒരു പോയിന്റിൽ ഓഡിയൻസ് ചിയർ ചെയ്യുന്ന ഒരു സാധനം ഇവർ കാണിച്ചു. ഞാൻ തിയേറ്ററിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അത് നാടകത്തിനായിട്ട് അങ്ങനെ ഒരു സാധനം അത്ര ഇലക്ട്രിസിറ്റി ഒരു ക്രൗഡിനിടയിൽ ഉണ്ടാവുന്നത് കണ്ടപ്പോൾ ഭയങ്കര പ്രതീക്ഷയും ടെൻഷനും ഒക്കെ തോന്നി. ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിൻ ക്ലബ്ബിൽ വെച്ച് ഫെബ്രുവരി 28-നും മാർച്ച് 1-നും 2-നും ഓരോ ദിവസവും ഓരോ ഷോ വെച്ചുണ്ടാവും. വൈകുന്നേരം 7:30-ന് ലൈവ് പെർഫോമൻസ് മാത്രമാണ് ഉണ്ടാവുക. 200 ടിക്കറ്റ് വെച്ച് ഡെയിലി അവൈലബിൾ ആണ്. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റിംഗ് ഇസ് ഓൾറെഡി ലൈവ്. ഞങ്ങളുടെ പോസ്റ്റേഴ്സും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ വന്ന് നേരിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം അറിയിക്കുക. നാടകം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത്